തീർച്ചയായും പ്രശാന്തിലേക്ക് ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. പ്രശാന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, അഡ്വക്കേറ്റ് രാംകുമാറിന്റെ അഭിപ്രായം നമ്മൾ കേട്ടു. പ്രോസിക്യൂഷൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ സുരേഷൻ എന്താണ് പറഞ്ഞത്? മതിയായ തെളിവുകൾ ഈ കേസിൽ ഉണ്ടെന്നും അത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച കാര്യത്തിൽ നിർണായകമായിട്ടുള്ള തെളിവുകളുണ്ട്, മതിയായ തെളിവുകളുണ്ട്, അത് കോടതിയിൽ ഹാജരാക്കും. പോലീസിന് അന്വേഷണം വളരെ തൃപ്തികരമായ രീതിയിൽ പിന്നെ തന്നെ പോകുന്നു. വലിയൊരു ആത്മവിശ്വാസമാണ് ഉള്ളത് എന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും, അതായത് ഇന്ന് നിരന്ന വാദങ്ങൾ, ഒരുപക്ഷെ ദിലീപിന്റെ അഭിഭാഷകൻ ദിലീപ് മുമ്പോട്ട് വെച്ച വാദങ്ങളെ ഖണ്ഡിക്കാവുന്നതായി പുറത്ത് സൂചിപ്പിക്കാവുന്ന എന്തൊക്കെ സൂചനകൾ ഒരുപക്ഷെ പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്നുണ്ടായി? അതായത് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ദിലീപിൽ ചാർത്താനുള്ള തെളിവുകൾ മതിയായി ഉണ്ട് എന്നത് കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, നാളെ 5 മണിവരെ കസ്റ്റഡി കാലാവധി ദിലീപിന്റെ നീട്ടിയതുമായി ബന്ധപ്പെട്ട സൂചനകൾ എന്തൊക്കെയാണ് നൽകുന്നത്? ഇത്യാദി കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ആരാഞ്ഞോ? എന്താണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അതേ സംബന്ധിച്ച് പറഞ്ഞത്? തീർച്ചയായിട്ടും ഈ കേസ് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം അടങ്ങുന്ന CD-യിലാക്കിയിട്ടുണ്ട്. ആ CD കോടതിയിൽ ഹാജരാക്കും. കോടതിക്ക് അത് പരിശോധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കും. മാത്രമല്ല ഈ കേസിലെ ഒരു മിസ്സിംഗ് ലിങ്ക് പ്രധാനമായിട്ടും പൊട്ടിപ്പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള കണ്ണികൾ കൂട്ടി യോജിപ്പിക്കേണ്ടതുണ്ട്. ആ യോജിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള മാപ്പുസാക്ഷിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിനുള്ള സാവകാശവും സാഹചര്യവും എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സാഹചര്യവും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചിരുന്നു. ഇതെല്ലാം കോടതി പരിഗണിച്ചുകൊണ്ടാണ് നാളെ വൈകിട്ട് 5 മണിവരെ ദിലീപിനെ പോലീസ് കസ്റ്റഡി വിട്ടുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് ശേഷം ദിലീപിന്റെ ജാമ്യാപേക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മതിയായ തെളിവുകളുണ്ട്, അത് കോടതിയിൽ ഹാജരാക്കും എന്ന ഉത്തമ വിശ്വാസമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മുന്നോട്ട് വെച്ചതും. ആ ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചതും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ തെളിവുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ദിലീപിൻ്റെ മാനേജറെ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാനേജർ അപ്പുണ്ണി ഇപ്പോൾ ഒളിവിലാണ്. അപ്പുണ്ണിയുടെ അറസ്റ്റും അതുപോലെ തന്നെ പൾസർ സുനിയുടെ അഭിഭാഷകനായിട്ടുള്ള പ്രതീഷ് ചാക്കോയുടെ അറസ്റ്റും ഉണ്ടായേക്കും എന്നുള്ളതാണ് സൂചനകൾ. അപ്പുണ്ണിക്കായിട്ട് പോലീസ് വലവിരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പൾസർ സുനിയെയും ദിലീപിനെയും ലിങ്ക് ചെയ്യുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് അപ്പുണ്ണി എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പുണ്ണിയെ കസ്റ്റഡിയിൽ കിട്ടേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അപ്പുണ്ണിയെ കൂടി കസ്റ്റഡിയിലെടുത്ത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ പോലീസിനെ കൂട്ടിയോജിപ്പിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മിസ്സിംഗ് ലിങ്ക് എല്ലാം തന്നെ ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ തെളിവുകളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ അത് കോടതിയിൽ സംബന്ധിച്ചിട്ടുള്ള ഇത് ഹാജരാക്കാൻ സാവകാശം കൂടി ചോദിച്ച സാഹചര്യത്തിലാണ് നാളെ വൈകിട്ട് 5 വരെ കോടതി ദിലീപിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ജാമ്യാപേക്ഷ സംബന്ധിച്ച കേസിൽ മറ്റ് വിധിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുക. അജിംഷാ, ഇപ്പോൾ വീണ്ടും ആലുവ പോലീസ് ക്ലബിലേക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തുടർന്ന ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയ്ക്കായിട്ടാണോ ദിലീപിനെ കൊണ്ടുപോയത്? ഇനി എന്തൊക്കെയാകും പോലീസിന്റെ ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ? എന്തായാലും ഇതിനെ തുടർന്ന് ഇപ്പോൾ തീർച്ചയായും ഇവിടെ നിന്നും ആലുവ പോലീസ് ക്ലബിലേക്കാണ് ദിലീപിനെ കൊണ്ടുപോയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള തുടർ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ ഉണ്ടാകും. അതേസമയം തന്നെ സമാന്തരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പ്രതികളെത്തിയുള്ള അന്വേഷണവും അറസ്റ്റും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് അപ്പുണ്ണിയുടെ ഒരു കാര്യം തന്നെ നിലനിൽക്കുന്നു. അപ്പുണ്ണി ഒളിവിലേക്ക് പോയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പുണ്ണിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. എന്നാലും അപ്പുണ്ണിക്കായി പോലീസ് വലവിരിച്ചിട്ടുണ്ട്. അപ്പുണ്ണിയും വൈകാതെ തന്നെ പോലീസിൻ്റെ പിടിയിലാകുമെന്നാണ് സൂചന. അപ്പുണ്ണിയെ കൂടി ഈ കേസിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പ്രധാനമായിട്ടും പൾസറിനെയും ദിലീപുമായിട്ടുള്ള ലിങ്കിൻ്റെ എല്ലാം തന്നെ മറ്റ് അല്ലെങ്കിൽ ബന്ധങ്ങളുടെ എല്ലാം ഉള്ളറകളും തന്നെ തുറന്നു വന്നേക്കാം. അതുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലേക്കാണ് പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ആലുവ പോലീസ് ക്ലബിലേക്കാണ് ഇപ്പോൾ ദിലീപിനെ ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നത്. താമസിയാതെ തന്നെ ഈ കേസിലെ മറ്റ് അറസ്റ്റ് വാർത്തകളും ഉണ്ടായേക്കാം എന്നുള്ള സൂചനകൾ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. എന്തായാലും അന്വേഷണം സംബന്ധിച്ച കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തിയോടും പോലീസ് സംതൃപ്തിയോടും കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കാഴ്ച തന്നെ ഇവിടെ കാണാൻ കഴിയുന്നു. ഒപ്പം ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ വന്നിറങ്ങുമ്പോൾ സമ്മിശ്രമായിട്ടൊരു പ്രതികരണമായിരുന്നെങ്കിൽ പിന്നീട് കൂക്കുവിളികളോടുകൂടിയാണ് ആ വാഹനത്തിലേക്ക് ദിലീപിനെ ജനങ്ങളുടെ കൂക്കുവിളികളോടെ അല്ലെങ്കിൽ കനത്ത പോലീസ് സുരക്ഷയോടുകൂടി ആനയിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. എന്തായാലും ഇപ്പോഴും ഈ പ്രദേശം വലിയ ഒരു ജനനിബിഡമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനും തന്നെ ദിലീപിനെയും കൊണ്ടുള്ള
വാഹനം ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചേരും. പിന്നീട് പോലീസ് മറ്റു നടപടികൾ കസ്റ്റഡിയിൽ ഇപ്പോൾ നാളെ വൈകിട്ട് 5 മണി വരെ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് പോലീസ് തങ്ങളുടെ ചോദ്യം ചെയ്യലും മറ്റ് അന്വേഷണ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികളും മറ്റും സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. തീർച്ചയായും, അതായത് ഈ വിധത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ ഒരു പക്ഷേ അപ്പുണ്ണി പ്രധാനപ്പെട്ട ലിങ്കാണ്. അതായത് ദിലീപിന്റെ പ്രധാന സഹായി അപ്പുണ്ണിയുടെ 5 മൊബൈൽ ഫോണുകളും ഓഫാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ, അപ്പുണ്ണിയുടെ വീട്ടിൽ അപ്പുണ്ണി ഇല്ല. ഏതാണ്ട് അപ്പുണ്ണി ഒളിവിലാണ് എന്നതിൻ്റെ എല്ലാവിധ സൂചനകളും പുറത്തെത്തുന്നു. ഒപ്പം പൾസർ സുനി ആദ്യം ആശ്രയിച്ചിരുന്ന അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയിലേക്ക് പോലീസ് കേന്ദ്രീകരിക്കുന്നു. ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ദിലീപുമായി എത്തിക്കാനാകും, ബന്ധപ്പെടുത്താനാകും എന്നതിൻ്റെയൊക്കെ സൂചനകൾ പോലീസ് നൽകുന്നുണ്ടോ പ്രശാന്ത്? തീർച്ചയായും അത്തരത്തിലേക്കുള്ള കാര്യങ്ങളും തള്ളിക്കളയാനാകില്ല. കാരണം ഈ അഭിഭാഷകന്റെ വീട്ടിലേക്ക് ഈ നടിയെ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ എങ്ങനെ എത്തി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ അഭിഭാഷകനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇത് സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. മറ്റു ചില കാര്യങ്ങൾ കൂടി അറിയാൻ ഉമേഷ് കൂടി ചേരുകയാണ്. പ്രശാന്ത്, ദയവായി തുടരൂ. ഉമേഷിലേക്ക്. ഉമേഷ്, ഇന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു എന്തെങ്കിലും പരാതികൾ ഉണ്ടോ എന്ന് ദിലീപിനോട്. ദിലീപ് പറഞ്ഞു പരാതികളൊന്നുമില്ല എന്ന്. ഒപ്പം ദിലീപ് ചോദ്യം ചെയ്യലുകളോട് കൃത്യമായി സഹകരിക്കുന്നില്ല എന്ന പോലീസിന് ശക്തമായ പരിഭവവും ഈ ഘട്ടത്തിലുണ്ട്. ഉമേഷ്. അജിംഷാദ്, ദിലീപ് കഴിഞ്ഞ ദിവസം മുതൽ ചോദ്യം ചെയ്യലുകളോട് കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് വിവരം. ഈ സംഭവങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ തനിക്ക് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഇപ്പോഴും മൗനം അവലംബിക്കുന്ന രീതിയും മറ്റുമാണ് ദിലീപ് തുടർന്ന് വന്നിരുന്നത്. ഒപ്പം ഈ പൾസർ സുനിയെ തനിക്ക് അറിയില്ല എന്ന വാക്കിൽ ഇപ്പോഴും ദിലീപ് ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പും മറ്റും നടത്തുമ്പോഴും എല്ലാം അത്തരത്തിൽ തന്നെയാണ് ദിലീപ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഈ ഓരോ സ്ഥലങ്ങളും ചൂണ്ടിക്കാണിച്ച് ഇവിടെയല്ലേ നിന്നിരുന്നത് മറ്റു ചോദിക്കുമ്പോൾ തനിക്ക് പൾസർ സുനിയെ അറിയുകയില്ല എന്ന മട്ടിലാണ് ദിലീപ് സംസാരിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന സംബന്ധിച്ച് തുടരന്വേഷണം നടത്തുന്നതിന് പോലീസിന് സാങ്കേതികമായി ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ദിലീപിനെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പോലീസ് ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൾസർ സുനിയും ഒത്തുള്ള ഫോട്ടോയും മറ്റുമെല്ലാം പുറത്തു വന്നു. പൾസറും ദിലീപും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കൃത്യമായി വിവരം ലഭിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് വിവരം കൃത്യമായി ഉണ്ട്. 2013 മുതൽ ഇരുവരും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് അറിയാം. ഓരോ ഘട്ടങ്ങളിലും ഇവർ പല സ്ഥലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെയും കൊച്ചിയിലെയും തൊടുപുഴയിലെയും എല്ലാം സ്ഥലത്ത് വെച്ച് ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ചില ദൃശ്യങ്ങൾ തന്നെ പോലീസിന് നേരിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ദിലീപിനോട് ഇത്തരം ചോദ്യങ്ങൾ അന്വേഷണ സംഘം ചോദിക്കുന്നത്. എന്നാൽ അപ്പോഴെല്ലാം തനിക്ക് ഒന്നും അറിയില്ല, പൾസർ സുനിയെ അറിയില്ല എന്നും മറ്റും ഇപ്പോഴും ദിലീപ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ അന്വേഷണ സംഘത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിർണായകമായ ചോദ്യം ചെയ്യൽ ഇനിയും ആവശ്യമാണ് എന്ന് കണ്ട് ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ ദിലീപിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് മജിസ്ട്രേറ്റ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു. നാളെ 5 മണി വരെ ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് ഈ പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങൾ എവിടെയെന്നത് സംബന്ധിച്ച് ഇപ്പോഴും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് ദിലീപിന് വിവരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്നാൽ അക്കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താൻ ദിലീപ് ഇതുവരെ തയ്യാറായിട്ടില്ല. അത്തരത്തിലൊരു നിസ്സഹകരണം അന്വേഷണ സംഘത്തിന് ഒരു വിലങ്ങുതടിയാകുന്നുണ്ട്. എന്തായാലും നാളെ 5 മണി വരെ ദിലീപിനെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ലഭിച്ചതിനാൽ ഇനി അത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അധിക നേരം ദിലീപിനെ ഇത് സംബന്ധിച്ച് സഹകരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രയും ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ നിർണായകമായ വിവരങ്ങൾ, പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങൾ എവിടെയെന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഒരുപക്ഷെ ദിലീപിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. അജിംഷാദ്, തീർച്ചയായും ആദ്യഘട്ടത്തിൽ ദിലീപ് പറഞ്ഞത് നുണപരിശോധനയ്ക്കടക്കം താൻ തയ്യാറാണ് എന്നതാണ്. പക്ഷേ നുണപരിശോധന നടത്താൻ ചില നിയമപരമായ തടസ്സങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. ദിലീപ് ആദ്യഘട്ടത്തിൽ അംഗീകരിച്ച നുണപരിശോധനയുമായി ബന്ധപ്പെട്ട സമ്മതം അത് ഇപ്പോഴും ദിലീപിലുണ്ടോ?
അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ ഈ നിസ്സഹകരണങ്ങളെ മറികടക്കാൻ പോലീസിന് അത് സഹായകമാകില്ലേ? അതിന്റെ മുമ്പിൽ ആ കടമ്പ കടക്കാൻ പോലീസിന് എന്തൊക്കെ കാര്യങ്ങളാകും ഇനി ചെയ്യേണ്ടി വരിക? ഉമേഷ്. അജിംഷാദ്, ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളായി സംസാരിക്കുമ്പോഴാണ് ദിലീപ് അത്തരത്തിൽ നുണപരിശോധനയ്ക്ക് വരെ തയ്യാറാണ് എന്ന കാര്യം പറഞ്ഞത്. എന്നാൽ അറസ്റ്റിന് ശേഷം അത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒന്നും തന്നെ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന നിലപാട് കോടതിയിലും മറ്റും ആവർത്തിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സംശയാസ്പദമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ദിലീപ് ഒളിച്ചു വയ്ക്കുന്നു എന്ന തോന്നൽ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും ഉണ്ട്. ഏതായാലും ഈ ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്ക് അന്വേഷണ സംഘത്തിന് വ്യക്തമായി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ഈ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ എവിടെയെന്ന് സംബന്ധിച്ച് ദിലീപിന് വിവരമുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണം സംഘം കരുതുന്നത്. അക്കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം വീണ്ടും ദിലീപിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ദിലീപുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ, നാദിർ ഷാ, അപ്പുണ്ണി, പ്രതീഷ് ചാക്കോ തുടങ്ങിയവരടക്കമുള്ളവരുടെ ഇതിലുള്ള പങ്ക് എന്താണ് എന്നുള്ളതും അന്വേഷണ സംഘത്തിന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ വൈകിട്ട് 5 മണി വരെ ദിലീപിനെ കസ്റ്റഡിയിലുള്ള സമയത്ത് തന്നെ ഇവരെ ഒരുപക്ഷെ വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദിലീപിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ പറഞ്ഞവരെ ഒരുപക്ഷെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അത്തരത്തിൽ പഴുതടച്ച വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുൻപോട്ട് പോകുന്നത്. അജിംഷാദ്. ഒപ്പം ദിലീപിന്റെ പ്രധാന സഹായിയായ അപ്പുണ്ണിയെ കാണാനില്ല, അല്ലെങ്കിൽ ഒളിവിലാണ് എന്നുള്ള വിവരം. അപ്പുണ്ണിയുടെ ഫോൺ ഒന്നും ലഭിക്കുന്നില്ല. അപ്പുണ്ണിയുടെ വീട്ടിൽ അപ്പുണ്ണിയില്ല. ഒരു പക്ഷേ അപ്പുണ്ണി ഈ ഒളിവിൽ പോയത് ഏതെങ്കിലും വിധത്തിൽ ദിലീപിനെ സഹായിക്കാനാണ്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന തെളിവുകളുടെ ലിങ്കുകൾ മുറിക്കാനാണ്, തെളിവുകൾ നശിപ്പിക്കാനാണ് എന്ന സൂചന പോലീസിനുണ്ടോ? അന്വേഷണ സംഘം അത്തരത്തിൽ കരുതുന്നുണ്ട്. കാരണം ഈ ഘട്ടത്തിൽ അപ്പുണ്ണിയെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പുണ്ണിയെ ചോദ്യം ചെയ്ത് ഹാജരാകാൻ വേണ്ടി പോലീസ് നോട്ടീസും അയച്ചതാണ്. ഈ നോട്ടീസ് അയച്ചതിന് ശേഷമാണ് അപ്പുണ്ണിയെ നിലവിൽ കാണാതായിരിക്കുന്നത്. അപ്പുണ്ണി ഇപ്പോൾ എവിടെയാണെന്ന് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടില്ല. അപ്പുണ്ണിയുടേതെന്ന് കരുതുന്ന 5 മൊബൈൽ ഫോണുകളും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് അറിയുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ മാനേജർ ആയതുകൊണ്ട് തന്നെ ഈ പൾസർ സുനിയുമായുള്ള ഫോൺ സംഭാഷണം അപ്പുണ്ണിയുടെ ഫോണിലൂടെയാണ് നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അപ്പുണ്ണിയാണോ ദിലീപാണോ ഇതുവഴി സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി ചോദിച്ചറിയേണ്ടതുണ്ട്. അത് അപ്പുണ്ണിയെ ദിലീപിന്റെ സാന്നിധ്യത്തിൽ വിളിച്ച് ചോദിക്കുമ്പോഴായിരിക്കും അത് സംബന്ധിച്ച വ്യക്തത വരിക. മാത്രമല്ല, പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന വിഷ്ണു ഈ അപ്പുണ്ണിയെ നേരിൽ കണ്ടതായുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 14 അവർ ഏലൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരാളാണ് അപ്പുണ്ണി. ഒരുപക്ഷെ തെളിവ് നശിപ്പിക്കാൻ ദിലീപിന് സഹായകരമാവുന്ന രീതിയിൽ അപ്പുണ്ണി ഇനിയും പ്രവർത്തിക്കുമെന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അപ്പുണ്ണിയുടെ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാണ്. അപ്പുണ്ണിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഉള്ളിൽ പോയതാണെങ്കിൽ കൂടിയും എത്രയും പെട്ടെന്ന് അപ്പുണ്ണിയെ കണ്ടെത്തി ചോദ്യം ചെയ്യാനാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഒപ്പം ഉമേഷ്, ഈ 6 ക്ലിപ്പുകളുള്ള പൾസർ സുനി പകർത്തിയ നടിയുടെ പീഡന ദൃശ്യങ്ങൾ, നടിയെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ പോലീസിന് വീണ്ടെടുക്കാനായിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ മദർ ഫോൺ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഈ മദർ ഫോൺ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് സഹായകമാകും എന്നും പോലീസ് കരുതുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനമായി അന്വേഷണ സംഘം കരുതുന്നത്. ആ ഒരു ആവശ്യം തന്നെയാണ് ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചതും. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ തെളിവാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കുക എന്നുള്ളത്. അത് എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ ദിലീപിന് ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരം ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ ചോദിച്ചറിയാനായി ഈ ദിലീപിനെ ഇനിയും കസ്റ്റഡിയിൽ വേണം എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചെങ്കിൽ കൂടിയും മജിസ്ട്രേറ്റ് ഒരു ദിവസത്തേക്ക് കൂടി ദിലീപിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ ദിലീപിന്റെ ഈ നിസ്സഹകരണം മാറി ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. കാരണം എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് നേരിട്ട് തന്നെ ദിലീപിനോട് ചോദിച്ചതാണ്. എന്നാൽ തനിക്ക് പരാതിയില്ല എന്ന് ദിലീപ് അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ഇത് സംബന്ധിച്ച് കൂടുതൽ ഒളിച്ചു വെക്കാൻ ദിലീപിന് കഴിയില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിയോടെ തന്നെ
ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തു വരും, അല്ലെങ്കിൽ ദിലീപ് വെളിപ്പെടുത്തും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതായത് ഇന്ന് കോടതി മുറിയിൽ നടന്ന വാദങ്ങൾ ഒരുപക്ഷെ ജാമ്യ ഹർജി നാളത്തേക്ക് പരിഗണിച്ചു എങ്കിൽ പോലും, അതായത് ദിലീപിന്റെ നീക്കം അല്ലെങ്കിൽ ദിലീപിന്റെ അഭിഭാഷകന്റെ നീക്കം ഇന്ന് കോടതി മുറിയിൽ ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷയല്ല. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ, നിയമപരിജ്ഞാനമുള്ളവർക്ക് അറിയാവുന്നതുപോലെ ഒക്കെ 10 വർഷത്തിന് മേൽ ശിക്ഷയുള്ള കുറ്റത്തിന് ഈ കോടതിക്ക് ജാമ്യം അനുവദിക്കാനാകില്ല എന്നതടക്കമുള്ള, പക്ഷേ ഈ കോടതി ജാമ്യം നിരസിച്ചാൽ മാത്രമേ മേൽക്കോടതികളിൽ പോകാനാകൂ എന്ന ഒരു സാധ്യത മാത്രമാണ് ദിലീപിന്റെ അഭിഭാഷകർ പോലും കരുതുന്നത്. അതുകൊണ്ട് ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ദിലീപിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ച പ്രതിരോധങ്ങൾ എന്തൊക്കെ വിധത്തിലുള്ള സൂചനകൾ നൽകുന്നതാണ് ഉമേഷ്? അജിംഷാദ്, ദിലീപ് തീർത്തും നിരപരാധിയാണ് എന്ന് തന്നെയാണ് അഭിഭാഷകൻ കോടതിയിൽ ആവർത്തിച്ചിരിക്കുന്നത്. ദിലീപിനെ പോലീസ് അന്യായമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങൾ കണ്ടെടുക്കേണ്ട കാര്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചപ്പോൾ ഈ ദൃശ്യങ്ങൾ ഒന്നാം പ്രതിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയയാൾ. ഒന്നാം പ്രതിയെ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും നിരവധി തവണ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. അപ്പോഴൊന്നും ഈ മൊബൈൽ ഫോൺ എവിടെ എന്നത് സംബന്ധിച്ച വിവരം ഈ പൾസർ സുനിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 11ാം പ്രതിയായ ദിലീപിന് ഇത് സംബന്ധിച്ച് എങ്ങനെ വിവരങ്ങൾ നൽകാനാകും എന്നുള്ളതാണ് ദിലീപിന്റെ അഭിഭാഷകൻ ഉന്നയിക്കുന്ന ചോദ്യം. അത് വളരെ ശരിയാണ്. ഇപ്പോൾ നികേഷ് ശ്രീധരൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നികേഷ്, അതായത് കോടതിക്കും മുറിക്കും പുറത്തെത്തിയ അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞത് പൾസർ സുനിയുടെ പക്കലുണ്ടായിരുന്ന മൊബൈൽ കണ്ടെത്തി കൊടുക്കേണ്ട ബാധ്യത മറ്റു പ്രതികൾക്കില്ല എന്നതാണ്. അത് അടക്കം ചില സാങ്കേതികമായ കാര്യങ്ങളായിരുന്നു അഡ്വക്കേറ്റ് രാംകുമാർ, ദിലീപിന്റെ അഭിഭാഷകൻ, മാധ്യമങ്ങളോട് പറഞ്ഞത്. കോടതി മുറിക്കുള്ളിലെ ആ പ്രതിരോധങ്ങളെ ക്രോഡീകരിക്കുമ്പോൾ ഇന്നത്തെ കസ്റ്റഡി കാലാവധി നീട്ടിയതടക്കമുള്ള പ്രോസിക്യൂഷന്റെ വിജയങ്ങൾ എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാവുന്ന വാദങ്ങളെ ഒക്കെ നിരത്തുമ്പോൾ സമഗ്രമായൊരു വിലയിരുത്തൽ അനിവാര്യം. നികേഷ്. അജിംഷാദ്, ഈ കേസിൽ വളരെ നിർണായകമാണ് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ മെമ്മറി കാർഡും. പൾസർ സുനി പറഞ്ഞത്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം, ഇത് ആദ്യഘട്ടത്തിൽ പൾസർ സുനിയുടെ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയുടെ കയ്യിലുണ്ടെന്നാണ്. പക്ഷേ ഈ നിർണായകമായ തെളിവ്, അതായത് മൊബൈൽ ഫോൺ, പോലീസിന് ഇതുവരെ കണ്ടെടുക്കാനായിട്ടില്ല. ഈ ദൃശ്യങ്ങൾ ഈ കേസിൽ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് കസ്റ്റഡി ഒരു ദിവസം, ദിലീപിന്റെ കസ്റ്റഡി ഒരു ദിവസം കൂടി നീട്ടേണ്ടതുണ്ട്. ഈ നിർണായകമായ തെളിവ് കണ്ടെടുക്കണം. അതോടൊപ്പം തന്നെ പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്യണം. ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം പ്രതീഷിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണം. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തനിക്കുള്ള ഇമ്മ്യൂണിറ്റി അന്വേഷണ സംഘം വകവെച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പ്രതീഷ് ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. പക്ഷേ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്നായിരുന്നു ഈ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ നിരീക്ഷണം. തുടർന്ന് ഏതു സമയവും പ്രതീഷ് ചാക്കോയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം പ്രതീഷ് ചാക്കോയിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ ഈ കേസിന്റെ അന്വേഷണത്തിൽ വളരെ നിർണായകമാണ്. കാരണം പ്രതീഷ് ചാക്കോ ഒരു അഭിഭാഷകൻ എന്നതിനപ്പുറം ചില പ്രതികൾക്ക് പ്രത്യേകിച്ചും പൾസർ സുനിക്ക് ചില അവിഹിതമായ സഹായം നൽകി, അതോടൊപ്പം തന്നെ വഴിവിട്ട സഹായം നൽകി തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നുള്ള കുറ്റങ്ങളാണ് പ്രതീഷ് ചാക്കോക്കെതിരെ അന്വേഷണ സംഘം ചുമത്തുക. പ്രത്യേകിച്ചും പ്രതിയുടെ അഭിഭാഷകനാണെങ്കിൽ പോലും ഈ കേസിലെ ഏത് കേസിലെ ആണെങ്കിലും തെളിവ് നശിപ്പിക്കാൻ അഭിഭാഷകന് കൂട്ടുനിൽക്കാനാവില്ല. പ്രതിക്ക് നിയമോപദേശം നൽകുക എന്നത് മാത്രമാണ് പ്രതിയുടെ അഭിഭാഷകൻ എന്ന നിലയിൽ ഈ അഭിഭാഷകർക്ക് ചെയ്യാനുള്ളത്. അതിനപ്പുറത്തേക്ക് കടന്ന് ചില നിർണായകമായ ഇടപെടലുകൾ ഈ കുറ്റം മറച്ചുവെക്കുന്നതിലും പ്രതികൾക്ക് സഹായം നൽകുന്നതിലും വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രതീഷ് ചാക്കോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ചില നിർണായകമായ വിവരങ്ങൾ ലഭിക്കും. അതോടൊപ്പം തന്നെ പ്രതീഷ് ചാക്കോ ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് പൾസർ സുനി സമീപിച്ചത് എന്നും വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാന വിവരം അന്വേഷണത്തോട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനോട് ദിലീപ് സഹകരിക്കുന്നില്ല എന്നാണ്. പൾസർ സുനിയെ അറിയില്ലെന്നാണ്
ദിലീപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെമ്മറി കാർഡിന്റെ കാര്യമോ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണിന്റെ കാര്യമോ സംബന്ധിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ഇതൊരു ഒരു പരിധിവരെ അന്വേഷണത്തെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനെ കുഴയ്ക്കുന്നുണ്ടാവാം. അതുകൊണ്ട് പ്രതീഷ് ചാക്കോയെ കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ ലഭിക്കുന്ന വിവരങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ദിലീപിനെ ഒരു വട്ടം കൂടി ചോദ്യം ചെയ്യേണ്ടി വരും. മറ്റൊരു സുപ്രധാനമായ ഈ കേസിലെ സുപ്രധാനമായ ഘടകമാണ് ദിലീപിന്റെ മാനേജറായ അപ്പുണ്ണി ഇതിൽ ചില നിർണായകമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. ജയിലിൽ പൾസർ സുനിയുടെ സഹതടവുകാരനായ വിഷ്ണുവുമായി സംസാരിച്ചിട്ടുണ്ട്. കേസിൽ ഈ ഗൂഢാലോചനയിൽ, അതായത് നടിയെ ആക്രമിച്ച ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്തു എന്നുള്ള തെളിവുകളൊന്നും ഇതുവരെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചില്ലെങ്കിൽ കൂടി ഈ ഗൂഢാലോചന, ഈ കുറ്റകൃത്യം നടന്നതിന് ശേഷം കുറ്റകൃത്യം മറച്ചുവെക്കുന്നതിനും പ്രതികൾക്ക് സഹായം നൽകുന്നതിനും വലിയ തോതിലുള്ള സഹായം അപ്പുണ്ണിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുണ്ണിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ, അതായത് ഈ ഗൂഢാലോചനയിൽ അപ്പുണ്ണി പങ്കെടുത്തു എന്നതിന് പോലീസിന് ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികളെ സഹായിച്ച ഒരു നിലപാടിലേക്ക് അപ്പുണ്ണി കടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അപ്പുണ്ണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ദിലീപിന്റെ സഹോദരൻ അനൂപ്, നാദിർഷയാണ് ഈ രണ്ടാം ഘട്ടത്തിൽ പൾസർ സുനിയുടെ ചില വെളിപ്പെടുത്തലിനെ തുടർന്ന് തങ്ങൾ നൽകിയ പരാതിയിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. തന്നെ ജയിലിൽ നിന്ന് വിഷ്ണു വിളിച്ചിരുന്നു. പിന്നീട് ആ കത്തിൽ ഈ പരാമർശമുണ്ട്, വിഷ്ണു നാദിർഷയെ വിളിച്ച പരാമർശങ്ങളുണ്ട്. കേസിൽ വളരെ നിർണായകമായ വിവരങ്ങൾ പോലീസ് ലഭിച്ചത് ഈ കത്തിൽ നിന്നാണ്. കത്തിൽ നാദിർഷയെ വിഷ്ണു വിളിച്ചതിന്റെ പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പൾസർ സുനിക്കൊപ്പം തന്നെ നിർണായകമാവുക ഈ നാദിർഷയുടെയും അപ്പുണ്ണിയുടെയും മൊഴികളാണ്, പ്രത്യേകിച്ചും ഗൂഢാലോചന സംബന്ധിച്ച്. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും, ഈ പറയുന്ന വ്യക്തികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം, ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുത്തണം. ഇവരിൽ നിന്ന് ലഭിക്കുന്ന മൊഴി അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ദിലീപിന്റെ വാദങ്ങൾ പൊളിക്കേണ്ടതുണ്ട്. പൾസർ സുനിയെ അറിയില്ലെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അറസ്റ്റിന് മുമ്പ് ഒരുപക്ഷെ ദിലീപിന് നിയമോപദേശം ലഭിച്ചിരിക്കാം, ഏത് തരത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഏത് തരത്തിൽ പ്രതികരിക്കണം എന്നുള്ള തരത്തിൽ ആ രീതിയിലായിരിക്കാം ദിലീപ് പെരുമാറുന്നത്. അജിംഷാദ്, അതായത് നികേഷ് ശ്രീധരൻ, അതായത് പ്രതീഷ് ചാക്കോയുടെ വിഷയത്തിലേക്ക് എത്തിയാൽ, പ്രതീഷ് ചാക്കോ ആദ്യഘട്ടത്തിൽ ചില കാര്യങ്ങൾ പൾസർ സുനി ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് കൈമാറുകയും അന്വേഷണ സംഘത്തിന് കൈമാറുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെയുള്ള പ്രതീഷ് ചാക്കോ പിന്നീട് ചില പ്രതിരോധങ്ങൾ ആവശ്യപ്പെട്ട് തൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള പ്രിവിലേജുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും അവിടെ പ്രതീഷ് ചാക്കോയ്ക്ക് തിരിച്ചടി ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ അന്വേഷണ സംഘം പ്രതീഷ് ചാക്കോയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതീഷ് ചാക്കോയിൽ നിന്ന് ഈ കേസിലെ ഗൂഢാലോചനയെ സംബന്ധിച്ച് നിർണായക വിവരങ്ങളാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും കുറ്റകൃത്യം നടന്നതിന് ശേഷം പൾസർ സുനിയുടെ നീക്കങ്ങൾ, ദിലീപിന്റെ നീക്കങ്ങൾ, ദിലീപിനും പൾസർ സുനിക്കും ഇടയിൽ, അതായത് പൾസർ സുനിക്കും പ്രതീഷ് ചാക്കോയ്ക്കും ഇടയിൽ തീർച്ചയായും അതായത് പ്രതീഷ് ചാക്കോയുടേത് അടക്കമുള്ള വിവരങ്ങൾ, ഒരു പക്ഷേ പ്രതീഷ് ചാക്കോയുടേത് അടക്കമുള്ള വിവരങ്ങൾ ദിലീപിന്റെ നിസ്സഹകരണം തുടരുന്ന സാഹചര്യത്തിൽ, ഒപ്പം അഡ്വക്കേറ്റ് രാംകുമാറിന്റെ ചില നെഗറ്റീവായ പ്രതികരണം, നമുക്ക് വർഷങ്ങളായി തന്നെ രാംകുമാറിനെ അറിയാം, രാംകുമാറിന്റെ രീതികൾ അറിയാം, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മാധ്യമങ്ങളോട് അഡ്വക്കേറ്റ് രാംകുമാർ നടത്തുന്നു. ഒപ്പം പോലീസ് പറയുകയാണ് ദിലീപ് സഹകരിക്കുന്നില്ല എന്ന്. എന്നാൽ ജഡ്ജിയുടെ ചോദ്യത്തിന് ദിലീപ് പറയുന്നു പരാതികളില്ല എന്ന്. ഒരു പക്ഷേ വളരെ നിഗൂഢമായ പല കാര്യങ്ങളും നാം അറിഞ്ഞതിനപ്പുറത്തേക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഴങ്ങളിലുണ്ട് എന്ന് ബോധ്യമാക്കുന്ന ചില സൂചനകളാണ് ഇന്ന് കോടതി മുറിയിൽ നിന്നും കൂട്ടി വായിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദിലീപിനെ ഇന്ന് 5 മണിവരെ, നാളെ 5 മണിവരെ കസ്റ്റഡി കാലാവധി നീട്ടിയ ഒരു സാഹചര്യത്തിൽ കൂടി ദിലീപിനോട് ഏതൊക്കെ വിധത്തിലായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തായിരിക്കും പോലീസ് ഇനി ചോദിക്കുക? കാരണം നാളെ 5 മണിവരെയുള്ളൂ, നിർണായകമാണ് ഈ നിമിഷങ്ങൾ. നികേഷ്, തീർച്ചയായും ഈ കേസിൽ വളരെ നിർണായകമാണ് നാളെ 5 മണി വരെയുള്ള സമയം. കാരണം ഇതിനുശേഷം നാളെ 5 മണിക്ക് ശേഷം പോലീസിന് പിന്നീട് ദിലീപിനെ കസ്റ്റഡിയിൽ ലഭിക്കുകയില്ല. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് പോലീസ് ആവശ്യപ്പെട്ടതെങ്കിൽ കൂടി ഏകദേശം 18 മണിക്കൂറാണ് കോടതി
അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കസ്റ്റഡി കാലാവധി അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മണിക്കൂറുകൾ ഈ കേസിൽ വളരെ നിർണായകമാണ്. കാരണം ഇതുവരെ ലഭ്യമായ മുഴുവൻ തെളിവുകളും മൊഴികളും ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനയിൽ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ എല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ നടിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച സ്രവം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ലഭിച്ച ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ എല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും പോവുക. കാരണം പോലീസ് പറയുന്നത് പോലെ ദിലീപ് നിസ്സഹരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിസ്സഹരിക്കുന്നുണ്ടെങ്കിൽ പോലീസിന് ഈ തെളിവുകൾ കുറെ കൂടി സമഗ്രമായി തീർച്ചയായും നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ് നികേഷ് പറഞ്ഞത്. ഒരുപക്ഷെ ഇന്നത്തെ ചോദ്യം ചെയ്യലാണ് ഏറ്റവും നിർണായകം. ആ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് ദിലീപിലേക്ക് തന്നെ നമുക്ക് പോകാം.